എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നേക്കുന്ന ഒരു ഫോട്ടോ റീക്രിയേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് റീക്രിയേറ്റ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുത്ത ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഫോട്ടോ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കപ്പുണ്ട്. പിന്നെയുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നടക്കുന്ന കൃത്യ മഗ്ഗിൻ്റെ റൗണ്ടിൻ്റെ അകത്ത് ഒരു വാട്ടറും അതിൻ്റെ മണ്ടയിൽ കുറച്ച് ഒരു ബോട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് അതിനെ ഫോട്ടോ എടുക്കാൻ പോകാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം ലോ ലൈറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യുക. ഇതുപോലെ എക്സ്പോഷർ കൺട്രോൾ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്കിനി എഡിറ്റിങ്ങിലേക്ക് പോകാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഫോട്ടോ ഞാൻ ഇപ്പോൾ സ്നാപ്സീഡിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്യാം. ഇതിനുവേണ്ടി ടൂൾസ് എടുക്കുക. ടൂൾസിൻ്റെ അടുത്ത് മണ്ടയിലായിട്ട് നമുക്ക് ക്രോപ്പിൻ്റെ ടൂൾ കാണാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ക്രോപ്പ്. ഞാൻ ഇപ്പോൾ അത്യാവശ്യം ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൺ കൊടുക്കാം. ഇനി അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾ ടൂൾസ് എടുക്കുക. ടൂൾസിൻ്റെ അത് ട്യൂൺ ഇമേജ് പോവുക. ട്യൂൺ ഇമേജിൻ്റെ അത് നമുക്ക് ബ്രൈറ്റ്നസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ ഷാഡോസ് ആണ്. ഷാഡോസ് നമുക്ക് ഒരു പൊടിക്ക് കുറയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഡൺ കൊടുക്കാം. അടുത്ത ഒന്നുകൂടെ ടൂൾസ് എടുക്കുക. ടൂൾസിൻ്റെ അത് കെയർ ടൂൾ കാണാം. കെയർ ടൂൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ RGB സെലക്ട് ചെയ്യുക. RGB സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മണ്ടയിലത്തെ പോയിൻറ്റ് ഫുള്ള് താഴോട്ട് കൊണ്ടുവരിക. അത് ഡൺ കൊടുക്കുക. ഇനി അടുത്ത മണ്ടയിൽ റിവേർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് വ്യൂവേഡ്സ് കാണാം. വ്യൂവേഡ്സ് എടുത്തിട്ട് അത് മുമ്പ് ചെയ്ത കേവ്സിൻ്റെ ഇതെടുക്കുക. ശേഷം ഡ്രോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ 100 ആക്കിയ ശേഷം നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം. എന്നാലേ ഉള്ളൂ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടിരിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. നിങ്ങളിപ്പോൾ ഫോട്ടോയുടെ ഇടയ്ക്ക് ഇങ്ങനെ കയറി പോയിട്ട് നിങ്ങളുടെ താഴെ തന്നെ 100 നടക്കുന്നത് 0 ആക്കുക. താഴത്തെ ആരോ ഡൗൺ ചെയ്യുമ്പോൾ 0 ആവും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അകത്തോട്ട് വല്ലതും കയറി പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മായ്ച്ച് കളയാനാണ്. ഡൺ കൊടുക്കാം. അപ്പം നമ്മുടെ സ്നാപ്സീഡിൻ്റെ അത് എഡിറ്റിംഗ് കഴിഞ്ഞു. നമുക്കിനി ഇത് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ പിക്സാർട്ടിലേക്ക് പോവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോട്ടോ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നിങ്ങൾ ഒരു ആർട്ട് ഫോട്ടോ എടുക്കുക. ആർട്ട് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ മണ്ടലായിട്ട് വേണ്ട വെള്ളത്തിൻ്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്യുക. ഇനി അവിടെ നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതൊക്കെ ഒന്ന് എറൈസ് ചെയ്ത് കളയണം. ഇത് നമ്മുടെ എറൈസ് ടൂൾ സെലക്ട് ചെയ്യുക. നമുക്കൊന്ന് എറൈസ് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ എറേസിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ കൊടുക്കാം. നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് സേവ് ചെയ്ത് ഈ ഫോട്ടോ ഒന്ന് ലൈറ്റ്റൂമിലേക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫോട്ടോ ലൈറ്റ്റൂമിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ലൈറ്റ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എക്സ്പോഷർ പൊടിക്ക് വയ്ക്കുന്നുണ്ട്, കോൺട്രാസ്റ്റ് ഒരു പൊടിക്ക് കൂട്ടി, പിന്നെ ഹൈലൈറ്റ്സ് ഒരു പൊടിക്ക് കൂട്ടി, ഷാഡോസ് ഒരു പൊടിക്ക് വയ്ക്കുകയാണ്, പിന്നെ വൈറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ബ്ലാക്ക്സ് ഒരു പൊടിക്ക് കുറച്ചു. ഇനി അടുത്ത് നിങ്ങൾ കെയർഫുൾ എടുക്കാം. ഏറ്റവും താഴത്തെ പോയിന്റ് ഒരു പൊടിക്ക മണ്ടായി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആ നടുക്കത്ത് വരയുടെ അവിടെ ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്തു. ഡൺ കൊടുക്കുക. അടുത്തത് എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സിൻ്റെ അത് സ്പ്ലിറ്റ് ഓൺ ഉണ്ട്. സ്പ്ലിറ്റ് ഓൺ നമുക്ക് ഏകദേശം ഒരു 280 ആ റേഞ്ച് ഒന്ന് 308 വരെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ ബാലൻസ് ചെയ്യാം. ഒന്ന് പൊടിക്കും. 43 തന്നെ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തു ഡൺ കൊടുക്കുക. ഇനി അടുത്തത് നിങ്ങൾ പ്രൊഫൈൽസ് എടുക്കുക. പ്രൊഫൈൽസിൻ്റെ അകത്ത് ആർട്ടിസ്റ്റ് 3 സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.